വേറൊരു മൗലവി പറഞ്ഞ് ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കുകൾ. 5 ലക്ഷം വെച്ചിട്ട് 5 ലക്ഷം മുജാഹിദീങ്ങൾ മുശ്രിക്കല്ല. അതും എപ്പോഴാ പറഞ്ഞതെന്നറിയൂ? മിനയിൽ ദുരന്തമുണ്ടായിട്ട് മുസ്ലിമീങ്ങൾ കണ്ണീരൊഴുക്കുമ്പോ നമ്മുടെ ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ നമുക്ക് വിളിച്ച അനുശോചനം പറയാ, നമ്മൾ അറിയിക്കുക. അവർ നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുക, മറ്റു മതക്കാരൊക്കെ. അന്നേരത്ത് മുജാഹിദ് പറയാ അതങ്ങനെ അവിടെ മിനയിൽ ദുരന്തം എന്നറിയോ? അവിടെ പോകുന്ന എല്ലാ അബൂജഹലുകളാണ്, മുശ്രിക്കുകളാണ്. നിങ്ങളൊന്ന് കേട്ടോളി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയണം. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തിനെ കുറിച്ചായി പറഞ്ഞത്? മദീനയിൽ പോയാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടുകൂറ്റൻ ജാറം, അതിന്റെ ചുമരിൽ പള്ളിയുടെ ചുമര, ആ ചുമരിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്ന പദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ച പദ്യം. അതെന്തിനാ എഴുതി വെച്ചത്? അവിടെ എത്തുന്നവർ മറന്നു പോകാതിരിക്കാൻ. നമ്മുടെ നാട്ടിൽ പള്ളിന്റെ മുകളിൽ നവൈത്തുൽ ഇത്തികാഫ എഴുതിക്കലുണ്ട്. ചുമര് നിയ്യത്തിന്ന് നമ്മൾ കാണുന്നതല്ല, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്ന പദ്യം, ഇബ്നു കസീറിലുള്ള പദ്യം, അതേ ശറഹുൽ മുഹദ്ദബിലുള്ള പദ്യം, ഇമാമിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന പദ്യം, ആ പദ്യം എഴുതി വെച്ചിട്ടുണ്ട് മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ. ഖബറിൽ നിന്ന് സംഭാവന കിട്ടുന്നു, നബിയെ വിളിച്ച് സഹായം ചോദിക്കുന്നു. ആ പദ്യം അതെങ്ങനെ ചൊല്ലുന്നു? അങ്ങനെ ലോക മുസ്ലിമീങ്ങൾക്ക് മദീനയിൽ സിയാറത്തിന് പോകുന്നു. സിയാറത്തിന് പോയാൽ തന്നെ ശിർക്കാണ് എന്ന് മൗലവിമാർക്ക് ഒരു വാദമുണ്ട്. ഞാൻ പിന്നെ കേൾപ്പിക്കാം. അവിടെ ചെന്നിട്ട് നബിയെ വിളിക്കുന്നു. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കുകളാണ്. അതുകൊണ്ടാണ് മിനയിൽ ദുരന്തം ഉണ്ടായത് എന്നാ പറഞ്ഞു.